നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പ്രൊസീജിയർ ഡിഫൈൻസ് ദ ഫങ്ഷൻ ഫോർ ക്രിയേറ്റിംഗ് ട്രിഗേഴ്സ് ഓർ കസ്റ്റം അഗ്രിഗേറ്റ് ഫങ്ഷൻസ്. നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസോ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ഫങ്ഷൻസോ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയറാണ് സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമലി പ്രൊസീജിയർ ബ്ലോക്ക് നമ്മൾ ഡു കമാൻഡ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ കോൾ ചെയ്യുക, അല്ലാണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ സ്റ്റോർഡ് പ്രൊസീജിയർ നമ്മൾ ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷന് പകരം പ്രൊസീജിയർ നെയിം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോർഡ് പ്രൊസീജിയർ? സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓരോ പ്രാവശ്യം ആപ്ലിക്കേഷനും ഡാറ്റാബേസും സെർവറും ഓരോ പ്രാവശ്യം റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം റൊട്ടീൻ സെർച്ച് ചെയ്യുന്നതിന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റെഡ്യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചെങ്കിൽ ഇതിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ നമ്മൾ റാപ്പ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷനകത്തേക്ക് ആക്കുകയാണ്. അതായത് എൻക്യാപ്സുലേഷൻ എന്നുള്ളൊരു വേർഡ് നിങ്ങൾ പഠിക്കാൻ സാധ്യതയില്ല, കാരണം നിങ്ങൾ CPP പഠിച്ചിട്ടില്ല. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിംഗ് അപ്പ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടുഗദർ എന്നുള്ളതാണ് എൻക്യാപ്സുലേഷൻ പറയണത്. ആ സംഭവമാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും കൂടെ റാപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്നിച്ച് കെട്ടി വയ്ക്കുക, റാപ്പ് ചെയ്ത് ഒന്നിച്ച് ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് റാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം റാപ്പ് ചെയ്തിട്ട് ഒറ്റ സിംഗിൾ SQL സ്റ്റേറ്റ്മെൻറ്റ് പോലെ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ആക്കിയിട്ട് ചെയ്യുകയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ്ഗ്രസ് SQL ചെയ്യണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നമുക്ക് ആ ഒരു റൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ കൗണ്ട് ഓഫ് നമ്പേഴ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള നമ്പേഴ്സ് നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദി ആപ്ലിക്കേഷൻ പെർഫോമൻസ് ആൻഡ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ബിക്കോസ് ഓഫ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആൻഡ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ആർ പ്രീ-കമ്പൈൽഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ അതായത് ആപ്ലിക്കേഷൻ പെർഫോമൻസിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മെയിനായിട്ട് നിങ്ങൾ സീനകത്ത് പഠിച്ചിട്ടുണ്ടാവും, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷൻസ് ഇൻ C എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതേ കാര്യം തന്നെയാണ് ഇവിടെ. ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ടൈം മാനേജ് ചെയ്യാൻ പറ്റും. വലിയ ലെങ്തി പ്രോഗ്രാംസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ചെറിയ സബ് പാർട്ടായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ കാരണം. അതേ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ പെർഫോമൻസിനെ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് റീയൂസബിൾ ഇൻ മെനി ആപ്ലിക്കേഷൻസ്. അതായത് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് C++നകത്ത് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ജാവയുടെകത്ത് പഠിക്കും കേട്ടോ. C++ പഠിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരുന്നു, പക്ഷേ അതില്ലാത്തവരെ നമുക്ക് ജാവയുടെകത്ത് ഇതൊക്കെ പഠിക്കും. റീയൂസബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഉള്ള ഇതിനെ നമുക്ക് വീണ്ടും വേറൊരു ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ റീയൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയണത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം സ്ലോനെസ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സൈഡ് നമുക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സ്ലോ ആവും എന്നാണ് പറയുന്നത്. സ്ലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് ഗുണമില്ല, അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് പറയണത്. പിന്നെ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡെവലപ്പേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഡിഫിക്കൽട്ട് ടു മാനേജ് വേർഷൻസ് ആൻഡ് ഹാർഡ് ടു ഡീബഗ്. അതിൻ്റെ ഓരോ വർഷം വേർഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. ആ വേർഷൻസ് മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതുപോലെ ഡീബഗ് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, മേ നോട്ട് ബി പോർട്ടബിൾ ടു അതർ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഇപ്പം നമ്മൾ MySQL ചെയ്തതിനെ നമുക്ക് PostgreSQLലേക്ക് നമുക്ക് പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അതാണ് മേ നോട്ട് ബി പോർട്ടബിൾ എന്ന് പറയുന്നത്. അതൊന്നും ഇതിലേക്ക് മാറ്റാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതാണ് അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് വന്നിട്ട് റെഡ്യൂസ് നമ്പർ ഓഫ് റൗണ്ട് ട്രിപ്സ്. അത് കാരണം എന്താണ്, എല്ലാം കൂടെ ഒന്നിച്ച് ബൈൻഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, ഇൻക്രീസ് ദി ആപ്ലിക്കേഷൻ പെർഫോമൻസ്. തേർഡ് വൺ, റീയൂസബിലിറ്റി. അങ്ങനെ 3 അഡ്വാൻറ്റേജ് ആണുള്ളത്. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഒന്ന് സ്ലോ ആണ്,
പിന്നെ ഡിഫിക്കൽട്ട് ടു മാനേജ് വേർഷൻസ് ആൻഡ് ഹാർഡ് ടു ഡീബഗ്. തേർഡ് വൺ നോട്ട് പോർട്ടബിൾ. ഇത്രയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താ പറയുന്നത്, ഒരു സ്റ്റോർഡ് പ്രൊസീജിയറിനെ എങ്ങനെ കോൾ സ്റ്റോർഡ് പ്രൊസീജിയർ നെയിം ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ഇതാണ് അതിൻ്റെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യില്ലേ, ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ കോൾ മെയിൻ ഫംഗ്ഷനകത്ത് കൊടുക്കില്ലേ സിയിൽ, അതുപോലെ ഇവിടെ സ്റ്റോർഡ് പ്രൊസീജിയറിനെ കോൾ ചെയ്യാനുള്ള സിൻറ്റാക്സ് ആണത്. കോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാനുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ഇതാണ് കോൾ. പിന്നെ സ്റ്റോർഡ് പ്രൊസീജിയർ നെയിം നമ്മൾ കൊടുക്കുന്ന നെയിം ആയിരിക്കും. പിന്നെ ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് സെമിക്കോളൻ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. എക്സാമ്പിൾ കൊടുത്തിന് കോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആ സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ പേരാണ്. അപ്പോൾ അതിലേക്ക് 1, 2 പിന്നെ 1000 ഇങ്ങനെ 3 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റോർഡ് പ്രൊസീജിയർ എപ്പോഴും ഏതെങ്കിലും ഒരു ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഏതെങ്കിലും ഡാറ്റാബേസിനകത്തുള്ള ഏതെങ്കിലും ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഡിസ്പ്ലേ തരണമെങ്കിൽ നമ്മളിപ്പോൾ ഈ പാസ് ചെയ്യുന്ന വാല്യൂസ് അതിന് ഈക്വലൻ്റ് ആയിട്ട് ആ പർട്ടിക്കുലർ ടേബിളിൽ ഉണ്ടെങ്കിൽ അതിലാണത് പോയി സ്റ്റോർ ആവുക 1, 2, 1000 എന്ന് പറയുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ ടേബിളിൽ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വാല്യൂ ആർക്കാണോ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇപ്പോൾ 1 to 1000 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് രാജുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ടു നിഖിലിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഇത് ട്രാൻസ്ഫർ എന്നുള്ള സ്റ്റോർ പ്രൊസീജിയർ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിഖിലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് രാജുവിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 1000 രൂപ, 1000 10,000 രൂപ ട്രാൻസ്ഫർ ആവും. അപ്പോൾ നമ്മൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം ആ പർട്ടിക്കുലർ ടേബിൾ നെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആയതിൻ്റെ ശേഷമുള്ള റിസൾട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ അടുത്തത് അതേപോലെ തന്നെ വാട്ട് ഈസ് സ്റ്റോർഡ് പ്രൊസീജിയർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ സിൻറ്റാക്സ് ആണ് തന്നിരിക്കുന്നത്. ക്രിയേറ്റ് പ്രൊസീജിയർ നെയിം ആസ് SQL സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, പിന്നെ ഗോ സെമിക്കോളൻ. പിന്നെ അത് അതുമാതിരി സ്റ്റോർഡ് പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ EXEC സ്പേസ് പ്രൊസീജിയർ നെയിം ഇങ്ങനെ കൊടുത്തിട്ടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഒരു ടേബിൾ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ എക്സാമ്പിൾ സ്റ്റോർ പ്രൊസീജിയറിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ക്രിയേറ്റ് സ്റ്റോർഡ് പ്രൊസീജിയർ നെയിം, അതിൽ ഇവിടെ സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് എന്നാണ് ആ പ്രൊസീജിയർ നെയിം കൊടുത്തിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒന്നിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക, അല്ലാണ്ട് സ്പേസ് അലോ ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് പ്രൊസീജിയർ സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അവരുടെ പ്രൊസീജിയറിൻ്റെ പേരാണ്. ആസ് സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് ഗോ സെമിക്കോളൻ. അതായത് ആ പർട്ടിക്കുലർ പ്രൊസീജിയർ വെച്ചിട്ട് കസ്റ്റമർ ടേബിളിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റോർഡ് പ്രൊസീജിയറിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ EXEC സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് സെമിക്കോളൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്റ്റോർഡ് പ്രൊസീജിയർ എക്സിക്യൂട്ട് ആവും. ഇനിയിപ്പോൾ നമ്മൾ അതിൽ പാരാമീറ്റർ വെച്ച് പാസ് ചെയ്യുകയാണെങ്കിൽ 1 പാരാമീറ്റർ ആണെങ്കിൽ അതെങ്ങനെ കൊടുക്കുന്നേക്കും. ക്രിയേറ്റ് പ്രൊസീജിയർ സെലക്ട് ഓൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പ്രൊസീജിയർ നെയിമാണ്. അറ്റ് സിറ്റി ഇന്ന സിറ്റിയിൽ ആ ഒരു സിറ്റിയാണ് നമ്മൾ അതിൽ കൊടുക്കാൻ പോകുന്നത്. ആ സിറ്റിയുടെ നമ്മൾ വെയർ കെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 30 സൈസാണ് കൊടുത്തിരിക്കുന്നത്. ആസ് അത് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ നെയിം വേർ സിറ്റി ഈസ് ഈക്വൽ ടു എന്നുള്ളിടത്ത് സിറ്റി എന്നുള്ള സ്ഥലത്ത് അറ്റ് സിറ്റി എന്ന് വരുന്ന മാതിരി നമുക്ക് ഡിസ്പ്ലേ തരണം. അപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് പ്രൊസീജിയർ നെയിം അറ്റ് സിറ്റി ഈസ് ഈക്വൽ ടു ലണ്ടൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ സിറ്റി എന്ന് നമ്മൾ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ലണ്ടൻ എന്നുള്ളത് ഡിസ്പ്ലേ ആവും. ഓക്കെ, ഔട്ട്പുട്ട് കാണാനില്ലെങ്കിൽ പറഞ്ഞുതരായിരുന്നു. ഓക്കെ, ഇനി സ്റ്റോർഡ് പ്രൊസീജിയറിൽ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റോർഡ് പ്രൊസീജിയറിൽ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്, ഇപ്പോൾ ഒരു പാരാമീറ്റർ ആണെങ്കിൽ നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് ചെയ്തു. ഇപ്പോൾ 2 എണ്ണം നമുക്ക് ചെയ്യണമെങ്കിൽ 2 എണ്ണത്തിലേക്ക് വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ 2 എണ്ണം കൊടുക്കാം, 3 അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിറ്റിയും പോസ്റ്റൽ കോഡും അതിന് 2 പാരാമീറ്ററാണ്. അപ്പോൾ അറ്റ് സിറ്റി വേർ കെയർ കൊടുത്തിട്ടുണ്ട്, പിന്നെ അറ്റ് പോസ്റ്റൽ കോഡ് വേർ കെയർ കൊടുത്തിട്ടുണ്ട്. ആസ് സെലക്ട് ഫ്രം കസ്റ്റമേഴ്സ്
വേർ സിറ്റി ഈസ് ഈക്വൽ ടു അറ്റ് സിറ്റി. അതായത് സിറ്റി എന്നുള്ള സ്ഥലത്ത് അറ്റ് സിറ്റിയിൽ ആ സിറ്റിയിൽ നമ്മൾ എന്താണോ വേരിയബിൾ കൊടുക്കുന്നത് ആ പർട്ടിക്കുലർ സിറ്റിയിൽ പോയി സ്റ്റോർ ആവണം. ആൻഡ് പോസ്റ്റൽ കോഡ് ഈസ് ഈക്വൽ ടു, അതുമാതിരി പോസ്റ്റൽ കോഡ് നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ എന്ത് വാല്യൂ ആണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് പോയിട്ട് എവിടെ സ്റ്റോർ ആവണം, ഈ പോസ്റ്റൽ കോഡിൽ പോയിട്ട് സ്റ്റോർ ആവണം. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കിക്കോളൂ. exe സെലക്ട് ഓൾ കസ്റ്റമർ അറ്റ് സിറ്റി ഈസ് ഈക്വൽ ടു ലണ്ടൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ കൊട്ടേഷനിൽ ലണ്ടൻ കോമ അറ്റ് പോസ്റ്റൽ കോഡ് ഈസ് ഈക്വൽ ടു ആ പോസ്റ്റൽ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ വിത്ത് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് പാസ് ചെയ്യുന്ന രീതി. ഇനി എന്താണ് സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു, സ്റ്റോർഡ് പ്രൊസീജിയറിൻ്റെ സിൻടാക്സ് എന്താണെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് പാരാമീറ്റർ വെച്ചിട്ട് പാസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോർഡ് പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.